വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഫൈനൽ ഔട്ട്പുട്ടും കസ്റ്റമറിനെ കാണിച്ച് എല്ലാം കഴിഞ്ഞ് കൊറിയർ പാക്ക് ചെയ്യാനെടുത്തപ്പം ചെറിയൊരു പണി കിട്ടിയ വർക്കാണ്. ഫ്ലവേഴ്സ് ഒക്കെ നമുക്ക് അത്യാവശ്യം ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടിയിരുന്നു. സോ അത് മാക്സിമം കളർ ഫെയ്ഡ് ആവാതെ നന്നായിട്ട് ഡ്രൈ ആക്കിയെടുത്ത് അറേഞ്ച് ചെയ്തു. വർക്ക് കംപ്ലീറ്റ് ചെയ്യും വരെ യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഇടയ്ക്ക് 2 ദിവസം നല്ല മഴ പെയ്തിരുന്നു. ആ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ കാരണം വന്ന ഇഷ്യൂ ആണ്. നോർമലി ടെമ്പറേച്ചർ വേരിയേഷൻ വരുമ്പം റെസിന്റെ ഡ്രൈയിങ്ങിൽ ഇഷ്യൂസ് കാണിക്കാറുണ്ട്. പക്ഷെ ഈ വർക്കിൽ അങ്ങനെ യാതൊരു കുഴപ്പങ്ങളും കണ്ടിരുന്നില്ല. വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് പ്രൊഡക്റ്റിന്റെ ഫൈനൽ ചെക്കപ്പിലാണ് ചെറിയൊരു സ്റ്റിക്കിനെസ് ശ്രദ്ധിച്ചത്. അങ്ങനെ നോക്കി വന്നപ്പം ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ടില്ല എന്ന് മനസ്സിലായി. പിന്നീട് അത് ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്തിട്ടും കാര്യമില്ല. സോ അത്രയോ ഭാഗം കട്ട് ചെയ്ത് മാറ്റി നമുക്ക് റീവർക്ക് ചെയ്യേണ്ടി വന്നു. റീവർക്ക് ചെയ്യേണ്ടി വന്നെങ്കിലും നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റി. ആ ഒരു ടെൻഷനിൽ എനിക്ക് വർക്ക് ചെയ്യുന്ന എൻ്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ സകല ദൈവങ്ങളെയും വിളിച്ചു. ഈ കാണും പോലെ റെസിൻ വർക്കുകൾ അത്ര എളുപ്പമല്ല കേട്ടോ.